ഹലോ ഗെയ്സ് ഈ യാത്ര വിളക്കിലെ മക്കളെയും കുട്ടിയും കാലിക്കേറ്റ് ഒരു ഇഫ്താർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും തള്ളിക്കേറ്റ് നമ്മളോട് കയറി അങ്ങനെ പോവായിരുന്നു. ഓന്റെ രസം പറച്ചിലും കേട്ട് ഞങ്ങൾ അങ്ങനെ പോകുമ്പോഴാണ് ഈ രണ്ട് ചെങ്ങൈമാർ അവിടെ നിന്ന് അങ്ങനെ ദിക്കറിലാണ് കേട്ടോ. അങ്ങനെ ഏകദേശം കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടുള്ള ആദ്യമായിട്ട് കോഴിക്കോട് വന്ന മാതിരി വിൻഡോ സീറ്റിന് വേണ്ടി അടിയാ. അപ്പൊ നമ്മൾ ആരും പേടിക്കണ്ട, നമ്മളൊക്കെ സേഫ് ആണ്. ഏതായാലും അവിടെ എത്തി ഞാൻ വേഗം ചാടി ഇറങ്ങി നോക്കുമ്പോൾ ഈ ചെങ്ങായിക്ക് നോമ്പ് തല്ലിക്കരുത് ഞാൻ കരുതി. എന്നാലട്ടോ ഓൻ ക്ലീനർ പണി ഏറ്റെടുത്താണ്. ഇവളെന്തത് ക്യാമറ ഇട്ട് വരുമ്പോൾ ഒളിച്ചിട്ട് പിന്നെ മനസ്സിലായി അവൾക്ക് നാണാന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ ബസ്സിനൊക്കെ ഇറങ്ങി മക്കളെയും കൂട്ടി റോഡൊക്കെ മുറിച്ചെന്ന സമയത്തിന്റെ പരിമിതി മൂലം ഒരു യോട്ട് ഒതുക്കി നമുക്ക് നമ്മളെ വിരുന്നൊരുക്കിടത്തൊന്ന് പോയാ കേട്ടോ. ഈ സ്ഥലം അറിയില്ലേ, നമ്മളെ കാലിക്കറ്റ് ബീച്ചിന്റെ അടുത്തുള്ള ഷെഫീൽഡ് റെസ്റ്റോറന്റിന് അടുത്തുള്ള നഗറിലായിട്ട് ഈ പരിപാടി എടുക്കുന്നത്. രണ്ടടിയാണ് നടന്നപ്പോൾ എല്ലാവരും മുഖത്തും നോമ്പുള്ളവരുമായിട്ടുള്ള ഒരു വാട്ടം കാണാൻ തുടങ്ങി. ഇതാണ് മക്കളെ സ്വർഗത്തിന്റെ വാതിൽ. ഇതാണ് കണ്ടപ്പോൾ മനസ്സിന് ചെറിയൊരു കുളിർമൊക്കെ തോന്നിയിട്ട് സംഗതി നമ്മൾ കരുതിയ പോലും കേട്ടോ. ഇച്ചിരി ഗ്രാൻഡ് ആയിട്ട് പരിപാടി 12,000 ആൾക്കാർക്ക് ഇഫ്താർ ഒരുക്കുക എന്ന് പറഞ്ഞ ചില്ലറ മെനക്കെടൊന്നല്ല. ഇവിടെ നമ്മൾ മാത്രമായിട്ടുള്ളത് ഒരുപാട് മാലാകമാരും അവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരും പിന്നെ എടുത്തു പറയുന്നത് ജനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ പഠിച്ച പുണ്യം നൽകട്ടെ. ഇവരോടൊപ്പം ഈ നോമ്പുതുറ അതിന്റെ വലിയൊരു ഭാഗ്യമാണ്. മനസ്സും നിറയും വയറും നിറയും. സത്യം പറഞ്ഞാൽ അവിടെ പ്രസംഗിച്ചത് നമുക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളല്ല ഷാർപ്പ് ടൈം ആയതുകൊണ്ട് നമ്മൾ 4 വീഡിയോ എടുത്തിട്ട് വേഗം നമ്മൾ സീറ്റ് ഉറപ്പിച്ച് ഇന്റെ പുറത്തൊരു സീറ്റ് ഒഴിഞ്ഞെടുക്കണോണ്ട് എനിക്ക് ഭയങ്കര വേവലാതി. ഇനിയിപ്പോ അവിടെ എല്ലാം വന്നിരിക്കോ എന്ന് എത്തിയിട്ട് ബാങ്ക് കൊടുത്ത ബേ നോമ്പറക്കുള്ള മസാലകളുണ്ട്. നമ്മൾ വീത്തപ്പേൻ തൊള്ളിക്കിട്ട് പോയേക്കും ഓന്റെ വരുവേ കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് ഞാൻ അവനോട് പറയുന്നത് എനിക്ക് പിടിച്ച സീറ്റിന് വേ ഇരുന്നോ എന്ന് പറഞ്ഞു. ഓൻ അവിടെ എന്തൊക്കെ പറഞ്ഞില്ല. തിന്ന നേരത്തെ നമുക്ക് നോ കോംപ്രമൈസ്. അധികം ലഗവും ബിരിയാണി അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ കരുതി നമ്മൾ റെസ്റ്റ് എടുക്കാൻ നമുക്ക് ഒരാളും കൂടെ കിട്ടി കേട്ടോ. അപ്പൊ വന്ന വണ്ടിക്ക് ഞങ്ങൾ ഇവിടെയാണ്. ഓക്കെ ബൈ ബൈ, വീണ്ടും കാണാം. ഓക്കെ ബൈ ബൈ.